മലയാള സിനിമ ഇന്ന് വളർന്ന് ഒരുപാട് ഉയരങ്ങളിലെത്തിയിരിക്കുന്നു. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ഭ്രമയുഗം എന്ന സിനിമ. 2024-ൽ രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി വന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ചിത്രമാണ് ഭ്രമയുഗം. ആ സിനിമയാവട്ടെ ഇന്ന് ഓസ്കാർ വേദിയിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു. ഓസ്കാർ വേദിയിൽ പ്രദർശിപ്പിക്കാൻ പോകുന്ന ആദ്യ ഇന്ത്യൻ സിനിമയായ ഭ്രമയുഗം മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യൻ സിനിമയ്ക്കും നമുക്കോരോരുത്തർക്കും അഭിമാനമുണ്ടാക്കുന്ന ഒന്നാണ്. മമ്മൂക്ക എന്ന മഹാനടൻ ഇന്ന് ലോക സിനിമ തന്നെ അത്ഭുതത്തോടെയാണ് കാണുന്നത്. നെഗറ്റീവ് റോളിൽ വരുന്ന കഥാപാത്രങ്ങളെ വളരെ അനായാസം തന്റെ കൈകളിൽ ഭദ്രമാക്കി പ്രായത്തെ മറന്നുകൊണ്ട് ഈ 74-കാരൻ തന്റെ അഭിനയജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരേ സമയം അസൂയയോടെയും അഭിമാനത്തോടുകൂടെയുമാണ് നമുക്ക് കാണാൻ കഴിയുക. മികച്ച തിരക്കഥയും രാഹുൽ സദാശിവന്റെ ഗംഭീര സംവിധാന മികവും ഇനി അങ്ങോട്ടൊരു വലിയ ചർച്ച വിഷയമായേക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഒരുപാട് നല്ല സിനിമകൾക്കും നടന്മാർക്കും ഓസ്കാർ അർഹിച്ചിട്ടുണ്ടെങ്കിലും ആ വേദിയിലെത്താനുള്ള ഭാഗ്യം ലഭിച്ചത് നമ്മുടെ ഭ്രമയുഗം എന്ന സിനിമയ്ക്കാണ്. അതുകൊണ്ടുതന്നെ ഇതൊരു ചെറിയ നേട്ടമല്ല, ഇതൊരു തുടക്കം മാത്രം. ഭ്രമയുഗം എന്ന സിനിമ ഇനി എങ്ങനെ ലോക സിനിമയെ തന്നെ മാറ്റിമറിക്കും എന്ന് കാത്തിരുന്നു കാണാം.